അങ്ങനെ പിറ്റേ ദിവസമായി. രവിയുടെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. രമ്യയെ കൊണ്ടുപോയി രമ്യയ്ക്കായി വാങ്ങിച്ച വീടും വസ്തുവും ഒന്ന് കാണിക്കണം. അവളും കൂടി ഒന്ന് കാണണ്ടേ, അവൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അവന് പെട്ടെന്ന് തോന്നിയ ആശയമാണ്. അവളെ കൊണ്ട് കാണിക്കുന്നതിനെ പറ്റി ഇതുവരെ താൻ ചിന്തിച്ചതേ ഇല്ല. നാളെ തന്നെ വൈകുന്നേരം അവളെ കൊണ്ടുവന്ന് കാണിക്കാം. നാളെയും ഇനി നേരത്തെ ഇറങ്ങേണ്ടി വരുമല്ലോ. എപ്പോഴും നേരത്തെ ഇറങ്ങേണ്ടി വരുന്നത് കണ്ടാൽ കമ്പനിയിലും ഭാര്യയ്ക്കും സംശയമാകും. അതായിരുന്നു അവൻ്റെ ടെൻഷൻ. എന്തെങ്കിലും കാരണം പറയാം, അവൻ വിചാരിച്ചു. രാവിലെ അവൾക്കൊരു ഗുഡ് മോർണിംഗ് അയച്ചു. അതിനുശേഷം രമ്യയുടെ ചാറ്റങ്ങ് ഹൈഡ് ചെയ്തു. പിന്നീട് അവൻ കമ്പനിയിലേക്ക് പോകാനുള്ള തിരക്കുകളിലായി. അടുക്കളയിലാണെങ്കിൽ അമ്മാവിയും മരുമോളും തകർത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികളെ ആഹാരം കൊടുക്കുന്നു. അങ്ങനെ തിരക്കോട് തിരക്ക്. അങ്ങനെ രവിയും കുട്ടികളും റെഡിയായി. രവി ഓഫീസിൽ പോകുന്ന വഴിക്ക് കുട്ടികളെ സ്കൂളിലാക്കിയിട്ടാണ് ഓഫീസിലേക്ക് പോകാറ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിറങ്ങി. അമ്മാവിയും മരുമോളും സിറ്റൗട്ടിൽ നിന്ന് അവർ പോകുന്നത് നോക്കി നിന്നു. അങ്ങനെ രവി കുട്ടികളെയും കൊണ്ട് സ്കൂളിലിറക്കി അവൻ ഓഫീസിലേക്കും പോകാൻ പോയി. പെട്ടെന്ന് ഓഫീസ് എത്തിയെങ്കിൽ രമ്യ ഒന്ന് വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടെങ്കിലും നോക്കാമായിരുന്നു. അങ്ങനെ അവൻ ഓഫീസിലെത്തി. ഉടനെ തന്നെ ഫോൺ എടുത്തു. സഹപ്രവർത്തകരൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ താനാണ് നേരത്തെ വരുന്നത്. രമ്യയായിട്ട് സംസാരിക്കാനായിട്ടാണ് 2 ദിവസം കൊണ്ട് നേരത്തെ ഇറങ്ങുന്നത്. കുട്ടികളെ കൂടി ധൃതി വെപ്പിക്കും. സമയമായി എന്ന് രമ്യ അതിനെ ഇടയ്ക്ക് വഴക്ക് പറയും. നിങ്ങൾക്ക് ഇത്ര രാവിലെ ഓഫീസിൽ എന്താ മനുഷ്യ പണിയെന്നും ചോദിച്ച്. ഇപ്പോൾ 2 ദിവസമായിട്ട് നേരത്തെയാണല്ലോ പോണത്, വരുന്നതോ താമസിച്ചും, അവൾ കളിയായി പറഞ്ഞു. അവളുടെ ഈ കളിവാക്കുകളൊക്കെ ഇടയ്ക്ക് മനസ്സിലെവിടെയോ കൊള്ളാറുമുണ്ട്. എന്നാലും അതങ്ങ് അപ്പോഴേ കളയും. അങ്ങനെ ഓഫീസിലെത്തി ഉടനെ തന്നെ രമ്യയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവൾ ഫോൺ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഡയൽ ചെയ്തു. അവൾ ഫോൺ എടുത്തു. നീ എവിടെയാ? ഞാൻ ദാ കടയിലേക്ക് പോകാൻ ഇറങ്ങുന്നു. എന്താ ആദ്യം വിളിച്ചപ്പോൾ ഫോൺ എടുക്കാഞ്ഞേ? അത് കുട്ടിക്ക് ആഹാരമൊക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്തു പറ്റി? നീ നാളെ ഫ്രീ ആവുമോ? നാളെയോ? എന്താ? അല്ല, നമുക്കൊരിടം വരെ പോകണം. എവിടെ പോകാൻ? അവൾക്ക് ആകാംക്ഷയേറി. നിനക്ക് വീടും വസ്തു വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് നിനക്കതൊന്ന് കാണാൻ ആഗ്രഹമില്ലേ? പിന്നില്ലാതെ, എന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ കാണാനായിട്ട്. അതിനാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. നാളെ നീ നേരത്തെ ഇറങ്ങാവോ? പിന്നെന്താ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിറങ്ങാം. രവി എന്ത് പറഞ്ഞിറങ്ങും? ഞാനും എന്തെങ്കിലും പറഞ്ഞിറങ്ങാം. സത്യം പറഞ്ഞിറങ്ങാൻ പറ്റില്ലല്ലോ, അവൻ പറഞ്ഞു. നീ രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചു, കുട്ടിക്ക് കൊടുത്തു. ഇനി ടെക്സ്റ്റൈൽ ചെന്നാൽ പിന്നെ രാവിലെ നല്ല തിരക്കാണ്, സംസാരിക്കാനോ ചാറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പിന്നെ ഇടയ്ക്ക് ചായ സമയമുണ്ട്, അന്നേരം വന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കാൻ പറ്റും. അധിക സമയം കിട്ടാറില്ല. പിന്നെ ഉച്ചയ്ക്കാണ് കുറച്ച് സമയം കിട്ടാറ്. എങ്കിൽ നീ കടയിലേക്ക് പൊയ്ക്കോളൂ. നാളെ നമുക്ക് വീണ്ടും കാണാം, വീടൊക്കെ പോയിന്ന് കാണാം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 2 മണിയാകുമ്പോൾ ലീവ് എടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ചെന്നിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് കാണണ്ടേ. കുറച്ച് സമയം എന്തായാലും എടുക്കും. ഓക്കെ. നീയോ? ഞാൻ ആ സമയം എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ എന്ത് കാരണം പറയും? അമ്മയ്ക്ക് വയ്യാന്നോ? ഐഡിയ. മനോജിൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ പോകുന്ന അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയാം. അവൾ ആ കാര്യം ഓർത്തു. അത് തന്നെ നല്ല ഐഡിയ. രവിയും പറഞ്ഞു. നീ അത് പറ, ഞാൻ എന്തെങ്കിലും വേറെ പറയാം. ഞാൻ എന്ത് പറയും? അവനിങ്ങനെ ആലോചിച്ചു. എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സൗമ്യയ്ക്ക് അറിയുകയും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഞാനെന്തെങ്കിലും പറയാം, അവൻ പറഞ്ഞു. നീ എന്തായാലും ആ കാര്യം പറഞ്ഞ് ഇറങ്ങേ. നാളത്തെ കാര്യമില്ലേ, നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കാതെ. നാളെ ഞാൻ ഇത് തന്നെ പറഞ്ഞ് ഇറങ്ങാം. നിങ്ങളെന്തെങ്കിലും കാര്യമായിട്ട് ആലോചിക്കും. എപ്പോഴും സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ ഇറങ്ങുമ്പോൾ അവർക്ക് ഡൗട്ടാവും. അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും വെച്ച് കാച്ച്, രമ്യ ഉപദേശിച്ചു. ഓക്കെ, ഞാൻ ഏറ്റു. അങ്ങനെ ഫോൺ വെച്ചിട്ട് അവന് വീണ്ടും അവളോട് സംസാരിക്കാനുള്ള ആഗ്രഹം മുന്നിൽ നിൽക്കുകയായിരുന്നു. ഇനി സംസാരിക്കാൻ അവളെ കിട്ടില്ല. ചായ സമയത്തൊന്ന് മെസ്സേജ് ഇട്ട് നോക്കാം. ചായ സമയത്ത് അവൾ മെസ്സേജ് ഇട്ടെങ്കിൽ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ കമ്പനിയിൽ എല്ലാ സ്റ്റാഫുകളും എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും സഹപ്രവർത്തകർ തമ്മിൽ ചിരിയും കളിയും, അതിലൊക്കെ രവിയും ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് എല്ലാവരും തകർത്ത് വർക്കിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. രവിയും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഫോണിലോട്ട് ഒന്ന് നോക്കാറുണ്ട്, അവളുടെ മെസ്സേജോ കോളോ വല്ലതും ഉണ്ടോയെന്ന്. അവനിപ്പോൾ ഏത് സമയവും അവളെക്കുറിച്ച് തന്നെയാണ് ചിന്ത. അവളുടെ മെസ്സേജോ കോളോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉത്സാഹമാകും. ഫോണിൽ നോക്കിയിട്ട് യാതൊരു അനക്കവുമില്ല, നിരാശ. കുറേ കഴിഞ്ഞപ്പോൾ അവളുടെ മെസ്സേജ് വരുന്നു. ചായ സമയമാണ്, വിളിക്കട്ടെ? അവൻ തിരിച്ച് മെസ്സേജ് അയച്ചു. വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല. ജസ്റ്റ് 1-2 സെക്കൻഡ് ഒന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ. ആരുണ്ട് അടുത്ത്? ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ അയക്കാമോ?
അവൾക്ക് ആശ്ചര്യമായി. രവിക്ക് ഇതെന്ത് പറ്റി? എന്തിനാ എൻ്റെ ഫോട്ടോ എങ്ങനെ ഫോണിൽ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാരോ വൈഫോ എങ്ങാനും കണ്ട ആകെപ്പാടെ പ്രശ്നമാവും. എന്തിനാ വെറുതെ പുലിവാലെടുത്ത് പിടിക്കുന്നത്? അവൾ ചോദിച്ചു. ഓ സത്യമാണല്ലോ, ജസ്റ്റ് നീ ഒരു ഫോട്ടോ അയക്കും, ഞാൻ കണ്ടിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. രവി ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ? ഒന്നാമത് ചുറ്റും ആൾക്കാർ. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അവർക്ക് സംശയം വരും ഞാൻ ഇനി ആരെങ്കിലുമായിട്ട് സ്നേഹത്തിലായോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുവാണോ എന്നൊക്കെ. കാരണം ആ ഒരു പതിവൊന്നും എനിക്കില്ലല്ലോ. മനോജ് മരിച്ചതിന് ശേഷം മൊത്തത്തിൽ ഞാനൊരു സൈലൻ്റ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ തുനിയുമ്പോഴത്തേക്ക് ആൾക്കാർ വല്ലതൊക്കെ പറയും. ഓക്കെ എന്നാൽ വേണ്ട, ഫ്രീ ആകുമ്പോഴെപ്പോഴെങ്കിലും നീ ഒരു ഫോട്ടോ അയച്ചിട്ടിരുന്നാൽ മതി, ഞാനത് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്തോളാം അവൻ പറഞ്ഞു. ഓ രവിക്ക് എന്താണ് ഈ പുതിയ ആശയങ്ങളൊക്കെ? ഇതിനി അവസാനം വല്ല പൊല്ലാപ്പിലോട്ട് ചെന്ന് എത്തുമോ എന്നതായിരുന്നു രമ്യയുടെ ടെൻഷൻ. രവിക്ക് പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. എന്തോ ചെയ്യാനാ. അവൾ കുറച്ചു നേരം രവിയെക്കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നു. പിന്നീട് ജോലി സമയമായപ്പോഴേക്കും പെട്ടെന്ന് സെയിൽസിൻ്റെ ഭാഗത്തേക്ക് പോയി. രവിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. ഓഫീസിലിരിക്കുന്നെങ്കിലും അവനങ്ങ് രമ്യയെ കണ്ടോളാൻ വയ്യാത്ത വെപ്രാളം. സഹപ്രവർത്തകരെല്ലാം കൂടി താഴത്തെ കടയിൽ ചായ കുടിക്കാൻ പോകാറുണ്ട്. രവിയെ എല്ലാവരും വിളിച്ചു. അവന് കുറച്ച് ആശ്വാസം തോന്നി. ഈ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏത് സമയവും ടെൻഷനും രമ്യയെ കണ്ടോളാൻ വയ്യാത്ത വെപ്രാളവുമാണ്. ഒന്ന് റിലാക്സ് ആവാം. അങ്ങനെ സഹപ്രവർത്തകർക്കൊപ്പം താഴത്തെ ചായക്കടയിലേക്ക് പോയി. എല്ലാവരും ചായയും ഓരോ പൊരിപ്പും കഴിച്ചു. എന്തൊരാശ്വാസം. മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ തോന്നി ചായ കുടിച്ചപ്പോൾ. എന്തോ ചായക്കൊരു വല്ലാത്ത ഫീലാണെന്ന് രവിക്ക് തോന്നി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് വീണ്ടും കമ്പ്യൂട്ടറിന് മുന്നിൽ. അവൻ വിചാരിച്ചു, ഇന്നിച്ചിരി നേരത്തെ ഇറങ്ങിയാലോ, രമ്യ ഒന്ന് കണ്ടാലോ. പിന്നെ മനസ്സിൽ നിന്ന് ആരോ മന്ത്രിച്ചു, വേണ്ട. ഉച്ചയ്ക്ക് അവൾ ലഞ്ച് ടൈമിൽ വിളിക്കുമായിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഉച്ച സമയം എത്തിച്ചു. സൗമ്യ കൊടുത്തുവിട്ട നല്ല ചോറും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു. അതവിടെ വെച്ചിട്ട് അവന് കഴിക്കാനൊരു മൂഡില്ല. അവളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ആഹാരം കഴിക്കാമായിരുന്നു എന്ന ചിന്ത വന്നു. അവളുടെ ലഞ്ച് ടൈം എപ്പോഴാണോ എന്തോ. ഉച്ചയ്ക്ക് 1 മണിയാണെങ്കിലും കറക്റ്റ് സമയത്തൊന്നും അവർക്ക് ലഞ്ച് ടൈം കിട്ടാറില്ലല്ലോ. അവളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ചു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ആഹാരം കഴിക്കാം. സഹപ്രവർത്തകരൊക്കെ ആഹാരം കഴിക്കാൻ പോകുന്ന തിരക്കിലായിരുന്നു. രവി ഇന്ന് ആഹാരമൊന്നും കൊണ്ടുവന്നില്ലേ? ഒരു കൂട്ടുകാരൻ അങ്ങേയറ്റത്തെ ചേറി ഇന്നോണ്ട് വിളിച്ച് ചോദിച്ചു. കൊണ്ടുവന്നു. പിന്നെ എന്താ കഴിക്കാത്തേ? കറിയൊന്നും ഇല്ലയോ? കറിയൊക്കെ ഉണ്ട്. സാധാരണ ഞങ്ങൾക്കൂടെ തന്നിട്ടാണ് കഴിക്കാറ്. എന്തെങ്കിലും സ്പെഷ്യൽ കാണും. ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള പരിപാടിയാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല. മര്യാദയ്ക്ക് ചോറ്റുപാത്രം തുറന്നേ. ചോറ്റുപാത്രം തുറക്കാം, ഒന്ന് സമാധാനപ്പെട്. ഞാനേ ഒരു മെസ്സേജ് നോക്കിയിരിക്കുകയാണ്. ആ മെസ്സേജ് എത്തിയാൽ ഉടൻ ഞാൻ ചോറ്റുപാത്രം തുറക്കുന്നതായിരിക്കും. അവൻ പറഞ്ഞു. എന്ത് മെസ്സേജാ? എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വില്ല വാങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഇടപാട് സംബന്ധിച്ചൊരു മെസ്സേജാണ്. കൂട്ടുകാരൊക്കെ കൂടുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കുറേ കൂട്ടുകാരുണ്ട്. ഞങ്ങളൊന്നും ഇപ്പം വേണ്ട, അവർ തമാശ എന്നോണം പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരനോട് സംസാരിച്ച നിമിഷം തന്നെ രമ്യയുടെ കോള് വന്നു. അവൻ പെട്ടെന്ന് ചാടിയെടുത്തു. നിങ്ങളെന്താ ഫോണും കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ആ ഫോൺ കൈ പിടിച്ചുകൊണ്ടൊന്നുമല്ല, നിൻ്റെ കോള് വരുന്നത് നോക്കിയിരുന്നേ. ഇത് എന്ത് ചെയ്യുന്നു? ആഹാരം കഴിച്ചോ? ഇല്ല, എടുത്തു വച്ചിരിക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. നിൻ്റെ കോള് വന്നിട്ട് ആഹാരം എടുക്കാമെന്ന് കരുതി. ഓ അത് ശരി. ഇപ്പോൾ ആഹാരം കഴിക്കണമെങ്കിൽ എൻ്റെ കോള് വരണോ? ഇതൊന്നും നല്ല ശീലമല്ല കേട്ടോ, അവൾ പറഞ്ഞു. നീ ആഹാരം കഴിച്ചോ? ഞാൻ കഴിച്ചില്ല, ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഒന്ന് വിളിക്കാമെന്ന് കരുതി അങ്ങനെ വിളിച്ചതാ. ഇപ്പോൾ സമാധാനമായില്ലേ? ഞാൻ വൈകിട്ട് നേരത്തെ ഇറങ്ങട്ടെ? രവി ചോദിച്ചു. അയ്യോ വേണ്ട, നമ്മളിങ്ങനെ എന്നും കാണുന്നത് തന്നെ വലിയൊരു പ്രശ്നമാവും. അവസാനം പിന്നെ വീട്ടിലെങ്ങാനും പറഞ്ഞാൽ അറിയാമല്ലോ, എനിക്കിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്കെന്തെങ്കിലും പറഞ്ഞ് നിൽക്കാം, നിങ്ങൾക്ക് പക്ഷേ അതേ കണക്കല്ല. സൗമ്യ എങ്ങാനും അറിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാവും. എന്തിനാ ഉള്ള കണ്ടുമുട്ടൽ കൂടി ഇല്ലാതെയാക്കുന്നത്? എന്നും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഇടയ്ക്കൊക്കെ കാണുമ്പം നമുക്ക് സമാധാനമായിട്ട് കാണുകയും ചെയ്യാം, ടെൻഷനും ഇല്ല. ഓ ശരിയാ, മനസ്സിലായി. എനിക്ക് മനസ്സിലായി, അവൻ പറഞ്ഞു. ഓക്കെ എന്നാൽ എന്തായാലും നാളെ നമ്മൾ വൈകിട്ട് കാണും. വീടിൻ്റെയും വസ്തുവിൻ്റെയും കാര്യം നോക്കാൻ പോകണ്ടേ? അപ്പോൾ കണ്ടാൽ പോരേ? മതി. ഓ അതേക്കുറിച്ച് ഞാൻ ഓർത്തില്ല. എങ്കിൽ എൻ്റെ പൊന്നുമോൻ പോയി വയറ് നിറച്ച് കൊണ്ടുവന്ന് ആഹാരം കഴിക്ക്, അവൾ പറഞ്ഞു. ഓക്കെ എന്നാൽ ഞാൻ കഴിക്കട്ടെ. ഞാൻ ഇറങ്ങാൻ നേരത്ത് നിന്നെ വിളിക്കാം, നീ ഫോൺ എടുക്കുമോ? വിളിച്ചാൽ മതി, ഞാൻ എടുക്കാം. ഓക്കെ എന്നാൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ പറഞ്ഞു വെച്ചു. രമ്യ ആഹാരം കഴിക്കാൻ തുടങ്ങി. സഹപ്രവർത്തകർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരാണ് ഫോണിൽ? ഒരു കൂട്ടുകാരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരിയാണ്, ഇടയ്ക്ക് വെച്ച് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു. അവൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ തിരക്കാറുണ്ട്. കൂട്ടുകാരിയൊക്കെ കിട്ടിയില്ലേ? അവിടെ നിന്ന് കളിയേക്കാൾ വേറെ. ഓ നിങ്ങൾ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ചവരെയും ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ, അവൾ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ആഹാരം കഴിക്കാൻ തുടങ്ങി. മറുവശത്ത്
രവി എല്ലാവർക്കും കറിയൊക്കെ ഷെയർ ചെയ്ത് ആഹാരം കഴിക്കാൻ തുടങ്ങി. എന്തൊരു ടേസ്റ്റാടാ സൗമ്യ വെക്കുന്ന ആഹാരത്തിന്. സൗമ്യ മാത്രമല്ല, എൻ്റെ അമ്മയും കൂടി ചേർന്നാണ് ആഹാരം വെക്കുന്നത്. ഓ, ഭാര്യയെ പൊക്കിയത് അവന് പിടിച്ചിട്ടില്ല. അല്ലടാ, കാര്യമായിട്ട് പറഞ്ഞതാ, അമ്മ നല്ല കുക്കിങ്ങാണ്, രവി പറഞ്ഞു. കറിക്കൊക്കെ നല്ല ടേസ്റ്റ്. എന്നും ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കാൻ എവിടെയാണ് സമയം? അതൊക്കെ അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെയാണ് എല്ലാം പാചകം ചെയ്യുന്നത്. അവർക്ക് രണ്ടുപേർക്കും കുക്കിങ്ങിൽ നല്ല കഴിവാണ്, രവി പറഞ്ഞു. നല്ല നല്ല കറികളും, അതും ഒന്നും രണ്ടും കറികളൊന്നുമല്ല, 3-4 കൂട്ടം കറിയും കാണും. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും ജോലി തുടങ്ങി. ഇന്ന് കറക്റ്റ് സമയത്ത് വീട്ടിൽ ചെല്ലാം, എങ്കിൽ മാത്രമേ നാളെ ഇത്തിരി താമസിച്ചാലും അവളൊന്നും പറയാതിരിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരും തകർത്ത് ഓഫീസ് വർക്കിലായിരുന്നു. അങ്ങനെ രവി ഇറങ്ങാൻ നേരത്ത് രമ്യയെ വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.